നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം ചെറിയ കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ കാണാൻ വരുന്ന ഗർഭിണികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാധാരണയായി തോന്നാറുള്ള ചില സംശയങ്ങൾക്ക് മറുപടി. അതിൽ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗർഭിണിയായാൽ ഉടൻ തന്നെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ സഹോദരിയോ ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡോക്ടറെ, ഇവൾക്ക് പടി കയറാമോ? അല്ലെങ്കിൽ ഗർഭിണി തന്നെ ചോദിക്കും, ഡോക്ടറെ എനിക്ക് ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാമോ? അല്ലെങ്കിൽ ഞാൻ ജോലിയുള്ള ഒരു സ്ത്രീയാണ്, അപ്പോൾ എനിക്ക് എത്ര നാൾ വരെ ജോലിക്ക് പോകാം? അപ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി, ഒരു സാധാരണ ഗർഭം ആണെങ്കിൽ, സാധാരണ ഗർഭം ഞാൻ ഉദ്ദേശിക്കുന്നത് സങ്കീർണതകളൊന്നുമില്ലാത്ത ഗർഭമാണെന്നുണ്ടെങ്കിൽ ആ ഗർഭത്തിനെ നമ്മളൊരു അസുഖമായിട്ട് കരുതേണ്ട ആവശ്യമില്ല. ആ ഗർഭിണിക്ക് വേണ്ട സാധാരണഗതിയിലുള്ള ശുശ്രൂഷ മാത്രം നൽകിയാൽ മതിയാകും. സാധാരണ പോലെ ജീവിതം നയിക്കാം, ജോലികൾ ചെയ്യാം, ബസ്സിൽ കയറാം, ബൈക്കിൽ കയറാം, പടികൾ കയറാം. ഇതിനൊന്നും ഒരു സാധാരണ ഗർഭം ഒരു പ്രതിബന്ധമല്ല. പിന്നെ ഏത് തരം ഗർഭിണികൾക്കാണ് പടി കയറാൻ പാടില്ലാത്തത്? അല്ലെങ്കിൽ ഏത് തരം ഗർഭിണികളാണ് പൂർണ്ണ വിശ്രമം എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അല്ല, ഒരു കാര്യം എന്ന് പറയുന്നത്, മറുപിള്ള താഴെയാണെങ്കിൽ, അതായത് ഗർഭപാത്രത്തിൻ്റെ മുകളിലിരിക്കുന്നതിന് പകരം ഗർഭപാത്രത്തിൻ്റെ മുഖത്തോട് ചേർന്ന് സെർവിക്സിനോടടുത്തോ സെർവിക്സിൻ്റെ ആ ഒരു ദ്വാരത്തെ കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ടും മറച്ചുകൊണ്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലസൻ്റ മറുപിള്ള ആണെങ്കിൽ ഇതിനെ നമ്മൾ പ്ലസൻ്റ പ്രീവിയ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പൂർണ്ണ വിശ്രമം എടുക്കണം. കാര്യം, നമ്മൾ നടക്കുകയും പടി കയറുകയും അല്ലെങ്കിൽ വണ്ടി പോയൊരു ഗട്ടറിൽ വീഴുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മറുപിള്ള ഒന്ന് ഇളകാൻ സാധ്യതയുണ്ട്, ബ്ലീഡിങ് തുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ നമുക്ക് ഗർഭിണികൾക്ക് പ്രഷറിൻ്റെ അസുഖം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വിശ്രമം ആവശ്യമാണ്. പടികൾ കയറാൻ പാടില്ല എന്നല്ല, ചെറിയ പ്രഷറൊക്കെ ആണെങ്കിൽ സാധാരണ പോലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ പ്രഷർ കൂടുതലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആയാസം വരുന്ന ജോലികളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. ബെഡ് റെസ്റ്റ് നമ്മൾ ആകെ പറയുന്നത് മറുപിള്ള താഴെയായിരിക്കുമ്പോൾ മാത്രമാണ്. പിന്നെ യാത്ര ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യാം. യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് വെളിയിൽ നിന്നുള്ള ഭക്ഷണം, അതായത് നമുക്കത് നല്ല ഭക്ഷണമാണോ എന്നറിഞ്ഞൂടാത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. വയറിന് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ചികിത്സിക്കണമല്ലോ. കഴിയുന്നതും ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ ഡോക്ടർമാർ തരുന്ന വിറ്റാമിൻ ഗുളികകളല്ലാതെ വേറൊന്നും കഴിക്കാൻ ഇടവരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ശുചിത്വം നമ്മൾ പാലിക്കുക. പറ്റുമെങ്കിൽ ഒരു മാസ്ക് ധരിച്ച് തന്നെ പോവുക. കാര്യം, അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗർഭത്തിനോടൊപ്പം അസുഖങ്ങളൂടെ വന്നു കഴിയുമ്പോൾ പനി, വൈറൽ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗർഭിണി കഷ്ടപ്പെടും. മാത്രമല്ല മറ്റു മരുന്നുകൾ കഴിക്കേണ്ടിയും വരും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.